എൻ്റെ ശരീരവും പോയി, ഒരു ആകെ മൊത്തം അവശതയും. പിന്നെ ഇന്നത്തെ ഞാൻ പൃഥ്വിരാജിനെ കണ്ടതേ ഇല്ല, രാജീവിനെയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖവും അവൻ്റെ സംസാരവും അവൻ്റെ എക്സ്പ്രഷൻസും എല്ലാം അവിടെ ഏതോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഒരാളെന്നുള്ള ഫീലിങ്ങിലാണ് കണ്ടത്. എൻ്റെ മോനെ അമ്മയ്ക്കൊന്നും പറയാനില്ല എന്ന് പറയുള്ളൂ. സത്യം വിളിക്കും, കണ്ടിട്ട് വിളിക്കണമെന്ന് മോനും പറയാറുണ്ട് എപ്പോഴും, കണ്ട് ഇറങ്ങുമ്പോൾ വിളിക്കണമല്ലോ എന്ന്. ഈ കൊറോണയുടെ ഇത് കൂടി അവരവിടെ പെട്ടുപോയി. ഫ്ലൈറ്റ് ഇല്ല, കടകളില്ല, ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ചൊക്കെ പറയും, ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. പുരസ്കാരമൊക്കെ കിട്ടിയാൽ ഞാൻ പിന്നെ എൻ്റെ കൂടെ ഞാൻ മോൻ്റെ കൂടെ പോവാം അത് വായിക്കുന്നത് കാണാൻ. അയ്യോ, ഞാൻ എന്ത് പറയാൻ മോനെ സിനിമയെ കുറിച്ച്. ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ വിചാരിച്ചു അതൊക്കെ അവസാനം സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എനിക്ക് സങ്കടം വന്നു. എൻ്റെ ശരീരവും പോയി, ഒരു ആകെ മൊത്തം അവശതയും. പിന്നെ ഇന്നത്തെ ഞാൻ പൃഥ്വിരാജിനെ കണ്ടതേ ഇല്ല, രാജീവിനെയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖവും അവൻ്റെ സംസാരവും അവൻ്റെ എക്സ്പ്രഷൻസും എല്ലാം അവിടെ ഏതോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഒരാളെന്നുള്ള ഫീലിങ്ങിലാണ് കണ്ടത്. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ ഒരു തീവ്രത കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കുറച്ച് എന്തോ എല്ലാം ഒരു സങ്കടമാണ്. ഏറ്റവും അവസാനം എനിക്ക് പേടി പിന്നെ തിരിച്ച് പിടിച്ചോണ്ട് പോകുന്നില്ല, അങ്ങനെ വരുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ അറിയാതെ ഈശ്വര രക്ഷപ്പെട്ട് പോണേന്ന് വിചാരിച്ചു. അല്ല, അതങ്ങനെയല്ല. ആദ്യം പറഞ്ഞത് 16 വർഷം മുമ്പ്, അത് കഴിഞ്ഞ് ആദ്യം ഒന്ന് ഇവർ പോയി. പിന്നെ അതിന് മുമ്പ് തിരുവല്ലയിൽ ആദ്യത്തെ ഷെഡ്യൂൾ എടുത്തു. പക്ഷേ പിന്നെ അങ്ങോട്ട് ഈ കൊറോണയുടെ ഇത് കൂടി അവരവിടെ പെട്ടുപോയി. ഫ്ലൈറ്റ് ഇല്ല, കടകളില്ല, ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ വിളിച്ചൊക്കെ പറയും, ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാൻ പ്ലെയിനില്ലാത്ത ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടി. പിന്നെ നമ്മളിങ്ങനെ വിട്ടിരുന്ന് ദൈവത്തിനെ വിളിക്കാമെന്ന് വെച്ചാൽ എൻ്റെ മോനെ വേഗം കൊണ്ടുവരണേ, അസുഖമൊന്നും അതേ ഉള്ളായിരുന്നു എനിക്ക്. അല്ലാതെ ഇനിയിപ്പോൾ പടം കണ്ടപ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് പോയോ, എൻ്റെ ദൈവം എന്തോന്നും വളരെ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇനിയിപ്പം എന്നിട്ട് മകനെ വിളിക്കുമല്ലോ, അപ്പൊ അമ്മ ആദ്യമായിട്ട് എന്താണ് പറയാൻ പോകുന്നത്? അയ്യോ, എൻ്റെ മോനെ അമ്മയ്ക്കൊന്നും പറയാനില്ല എന്ന് പറയുള്ളൂ. സത്യം വിളിക്കും, കണ്ടിട്ട് വിളിക്കണമെന്ന് മോനും പറയാറുണ്ട് എപ്പോഴും, കണ്ട് ഇറങ്ങുമ്പോൾ വിളിക്കണമല്ലോ എന്ന്. ഞാൻ പറയാം, നിങ്ങളെൻ്റെ ഈ ചോദ്യം ചോദിച്ചു എന്ന് പറയാം. എല്ലാവരും എന്നോട് ഇത് തന്നെ പറയുന്നു. അവാർഡ് കിട്ടുന്നതൊക്കെ അത് ഓരോ സമയം പോലിരിക്കും. ഏതായാലും കിട്ടാൻ അർഹതയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. വലിയ കഷ്ടപ്പാട് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുക്കും. അവാർഡ് മാത്രമല്ല, ഓസ്കർ എത്തന്നാ പറയുന്നത് എല്ലാവരും. പുരസ്കാരമൊക്കെ കിട്ടിയാൽ ഞാൻ പിന്നെ എൻ്റെ കൂടെ ഞാൻ മോൻ്റെ കൂടെ പോവാം അത് വായിക്കുന്നത് കാണാൻ. പോയി ചേരാം. പറഞ്ഞു ഇതാണ് സുരേഖ.
ഞാനെപ്പോഴും ഫോണിലൂടെ പേര് കേൾക്കത്തേ ഉള്ളൂ. നമ്മുടെ അനിയൊക്കെ പറയും നേരിട്ട് കണ്ട് എന്റെ ബ്രദറാണ്. കഴിച്ചോ? ലിഫ്റ്റ് ഓക്കെ. കട്ട് ചെയ്തോ മൊത്തം കട്ട് ചെയ്തു എല്ലാവരും കൊടുക്കേ. കട്ട് ചെയ്ത് പീസ് തന്നെ കൊടുത്തോ. മലയാളികൾക്കെന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിക് പടമാണെങ്കിലും ഇതിൻ്റെ എല്ലാ സെൻറ്ററുകളിലും ഭയങ്കരമായ കളക്ഷനാണ് ഈ സിനിമയിൽ. ഈ പൃഥ്വിരാജ് സുകുമാരന് ഈ സിനിമ ദേശീയ അവാർഡല്ല, ഒരു ഓസ്കാർ അവാർഡ് തന്നെ ഈ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല. കാരണം മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ഈ സിനിമ. അതുപോലെ ഇതുപോലെ നല്ല കലാമൂല്യമുള്ള സിനിമ പൃഥ്വിരാജ് സുകുമാരനെ കൊണ്ട് ഏത് കഥാപാത്രവും ചെയ്യാൻ കഴിവുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഓരോ സിനിമകളും അതിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. കാരണം നമുക്ക് മലയാളികൾക്ക് ഭാഷ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കലാമൂല്യമുള്ള നമ്മുടെ കടുവയായിരുന്നാലും അതിന് അയ്യപ്പൻ ഘോഷായിരുന്നാലും ഓരോ സിനിമയും അതിൻ്റെ ഒരു വ്യത്യസ്തമാണ്. കാരണം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നജീബ് എന്ന് പറയുന്ന കഥാപാത്രം അത് പൃഥ്വിരാജ് അത്രയും കഥാപാത്രം ആവാഹിച്ചെടുക്കുന്നതിൽ പൃഥ്വിരാജ് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും ആ ഒരു പരിശ്രമവും വലിയൊരു ത്യാഗമാണ് ഈ സിനിമ. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ്. ഈ സിനിമ എല്ലാ സെൻറ്ററുകളിലും, കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഏറ്റവും വലിയ മലയാള സിനിമയെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.